കോഴിക്കോട് കൊയിലാണ്ടിയിൽ ദേശീയപാതയിലെ കുഴിയിൽ വീണ് ലോറി മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. രാഹുൽ സുരേഷ് നൽകും കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ. രാഹുൽ, ഈ ലോറി മറിയാൻ മാത്രമുള്ള വലിയ കുഴിയാണോ ദേശീയപാതയിൽ ഒക്കെ ഉള്ളത്? പ്രജിൻ, സംസ്ഥാനത്തെ കുഴികളും റോഡും വലിയ രീതിയിൽ ചർച്ചയാവുന്നതിനിടെയാണ് കോഴിക്കോട് അല്പം മുമ്പ് ഒരു അപകടം നടന്നിട്ടുള്ളത്. ദേശീയപാതയിൽ കൊയിലാണ്ടി നന്ദിയിൽ 20-ാം മൈലിന് സമീപമാണ് ഈ അപകടം. ഇരട്ടിയിൽ നിന്നും കോഴിക്കോടേക്ക് തടി കയറ്റി വന്ന മിനി ലോറിയാണ് മറിഞ്ഞിട്ടുള്ളത്. ഡ്രൈവർ ഉൾപ്പെടെ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. ഈ ലോറി മറിയാനുണ്ടായ സാഹചര്യം വലിയ രീതിയിലുള്ള കുഴിയാണ്. ഈ ദേശീയപാതയിൽ കോഴിക്കോടിനും വടകരയിലും ഇടയിൽ നിർമ്മാണ പ്രവർത്തികൾ നടന്നു വരികയാണ്. പക്ഷേ നിലവിലുള്ള റോഡിൽ പലയിടത്തും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മഴ കൂടി ആരംഭിച്ചതോടെ മഴയും റോഡും കുഴിയും തിരിച്ചറിയാനാവാത്ത സാഹചര്യം കൂടിയുണ്ട്. ഈ കുഴികളിലെല്ലാം വെള്ളം നിറഞ്ഞ സാഹചര്യമാണ്. അതുകൊണ്ട് കൃത്യമായി ഡ്രൈവർമാർക്ക് കുഴി തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതാണ് ഈ അപകടത്തിന് കാരണമായത്. ലോറി ഈ കുഴിയിൽ വീണ ശേഷം ഇടതു ഭാഗത്തേക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഏറെ സമയം വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ടായിരുന്നു. ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ ഈ ലോറി നേരെയാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഇന്നലെയും ഇന്നുമായി കോഴിക്കോടിനും വടകരയ്ക്കും ഇടയിൽ നിരവധി വാഹനങ്ങളാണ് ചെളിയിലും ഈ ഇത്തരത്തിലുള്ള കുഴികളിലും വീണ് അപകടത്തിൽ പെട്ടിട്ടുള്ളത്. പ്രജീൻ, രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കുഴിയിൽ വീണ് മറിഞ്ഞത് ബൈക്കല്ല, അത് ഒരു തടി കയറ്റി വന്ന ലോറിയാണ്. അപ്പോൾ അത്രയും വലിയ കുഴിയാണ് ദേശീയപാതയിലുള്ളത് എന്നതാണ് ആ വാർത്തയുടെ ഗൗരവ സ്വഭാവം വ്യക്തമാക്കുന്നത്.